വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. ഇന്ന് നമുക്കൊരു സോസേജ് കറി ഇൻസ്പയർഡ് ഫ്രം ശ്രീലങ്ക നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു അടിപൊളി കറിയാണ്. നിങ്ങൾ സാധാരണ ഫ്രൈ ചെയ്തും ഗ്രില്ല് ചെയ്തും ഒക്കെ സോസേജ് കഴിക്കുന്നതിന് പകരം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട സോസേജ് ഒന്ന് ഇച്ചിരി വളരെ കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ 4 വലിയ സോസേജ് എടുത്തിട്ടുണ്ട്. ഇത് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മാറ്റി വെക്കുക. എന്നിട്ട് ഇതേ എണ്ണയിൽ വേറെ എക്സ്ട്രാ എണ്ണയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേ എണ്ണയിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ചോപ്പ് ചെയ്ത സവാളയും ക്യാരറ്റും കൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സോസേജ് ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ മൂക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം. ബീഫ് സ്റ്റോക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ മട്ടൻ വേവിച്ച വെള്ളമോ അല്ലെങ്കിൽ ചിക്കൻ വേവിച്ച വെള്ളം, നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ബോയിലായി വരുമ്പോഴത്തേക്കും കുറച്ച് കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ക്രീം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത് ഇത് ചെറുതായിട്ട് ഇതുപോലെ ബോയിലായി വരുമ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് അവിടെ മാറ്റി വെച്ചിരിക്കണം. അങ്ങനെ വെക്കുമ്പം ഇത് കറിയുടെ കളറൊക്കെ നന്നായിട്ട് ഡാർക്കായി എണ്ണയൊക്കെ മേളിൽ തെളിഞ്ഞിങ്ങനെ വരും. അപ്പം നമ്മളെ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പം നമുക്കിനി അത് സെർവ് ചെയ്താൽ മതി. കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടെ മേളിൽ വിതറിയിട്ടാൽ നമ്മളുടെ സോസേജ് കറി ഇൻസ്പയർഡ് ഫ്രം ശ്രീലങ്ക ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.